പൃഥ്വിരാജ് ഒരു ഇലുമിനാട്ടി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എമ്പുരാൻ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയാക്കാൻ പൃഥ്വിരാജ് നിങ്ങളെ എന്നെ യൂസ് ചെയ്തു. പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ഒരു ഷോക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. അത് അധികം ആരും ചെയ്യാത്ത ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ്. നമ്മളെല്ലാവരും മൈൻഡ് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഒരു ഷോക്ക് ട്രീറ്റ്. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അദ്ദേഹം മൂവിയിൽ ആദ്യം ഗുജറാത്ത് കലാപം കൊണ്ടുവന്നു. അതിനുശേഷം തമിഴ്നാടും കേരളത്തിനും ഇടയിലുള്ള മുല്ലപ്പെരിയാർ പ്രശ്നം കൊണ്ടുവന്നു. ഈ രണ്ട് ഭീകര സംഭവം കാണിച്ചു തന്നതിന് ശേഷം ഒരു ചെറിയ തീ കത്തിച്ച് ഹി സ്റ്റെപ്പ് ബാക്ക് ഫോർ us to react. ആദ്യം ഇതേ സിനിമയെ പൊക്കി പറഞ്ഞ BJP നേതാക്കൾ പെട്ടെന്ന് കാലുമാറി. കോൺഗ്രസ് നേതാക്കൾ പോലും അതിനെ ഡിഫെൻഡ് ചെയ്തു. ഇടതുപക്ഷം പിന്തുണയായി രംഗത്തെത്തി. കണ്ടവർക്കെല്ലാം പല അഭിപ്രായം. അതിൽ പോസിറ്റീവ് ഉണ്ടായി, നെഗറ്റീവ് ഉണ്ടായി. ഷോക്ക് മാർക്കറ്റിങ്ങിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെയായിരുന്നു: എക്കോ ചാമ്പറുകൾ സജീവമാക്കി. യൂട്യൂബ് ചാനൽ, ന്യൂസ് ചാനൽ, ട്വിറ്റർ എല്ലാം ഫ്രീ ആയിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തിന് ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന അദ്ദേഹം ചിന്തിച്ചു. എന്തിന് പാർലമെന്റിൽ വരെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. നമ്മളെല്ലാവരും പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. 17 മേജർ സീൻ കട്ട് ചെയ്ത് കളയുന്ന അദ്ദേഹം അനൗൺസ് ചെയ്തു. സിനിമ കാണാൻ ആളുകളെ തിക്കും തിരക്കുമായി. അതിനിടയിൽ ഞാനും ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സീൻ മിസ്സാക്കരുത് എന്ന് ഞാനും ആഗ്രഹിച്ചു. എന്തെങ്കിലും സംഭവം നമ്മൾ മറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കാണാൻ നമുക്ക് എല്ലാവർക്കും തോന്നും. ദാറ്റ് ഈസ് ഹ്യൂമൻ മെന്റാലിറ്റി. And that makes Mr. Prithviraj genius. Mr. Prithviraj ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു ശരാശരി സിനിമയെ അവശ്യ സിനിമയാക്കി മാറ്റി. Mr. Prithviraj